ചക്കക്കാലമല്ലേ, നമുക്കിന്നൊരു ചക്ക മുളീഷൻ തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി ചക്ക ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടലയാണ്. അത് ഞാൻ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. നമ്മളുടെ കടലയും ചക്കയും വെന്ത് വന്നിട്ടുണ്ട്. അരപ്പ് ഇതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വറവ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പാകമാകുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. തേങ്ങ മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി വറവ് നമ്മൾക്ക് കറിയിലോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കാം. ഇത്രയുമായാൽ നമ്മളുടെ ചക്ക മുളീഷൻ റെഡി. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.